ഹായ് എവ്രി വൺ, വെൽക്കം ടു സ്റ്റഡി വെൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൺവേർഷൻ ഫ്രം ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ. എങ്ങനെയാണ് ഒരു ഇൻഫിക്സ് നൊട്ടേഷന് പോസ്റ്റ് ഫിക്സ് നൊട്ടേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം 3 തരം എക്സ്പ്രഷൻസ് ആണുള്ളത്: ഇൻഫിക്സ്, പ്രിഫിക്സ്, പോസ്റ്റ് ഫിക്സ്. ഇങ്ങനെ 3 തരം എക്സ്പ്രഷൻസ് ആണുള്ളത്. ഇൻഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിക്സിൽ ഓപ്പറേറ്റർ ഓപ്പറൻസിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ഉണ്ടാവുക, നടുവിലായിട്ടാണ് ഓപ്പറേറ്റർ ഉണ്ടാവുക. ഓപ്പറൻസിൻ്റെ നടുവിലായിട്ടാണ് ഓപ്പറേറ്റർ ഉണ്ടാവുക. അതിന് ഇൻഫിക്സ് എക്സ്പ്രഷൻ എന്നാണ് പറയുക, നമ്മൾ സാധാരണ കാണുന്ന എക്സ്പ്രഷൻ. ഇനി പ്രിഫിക്സിൻ്റെ വേറൊരു പേരാണ് പോളിഷ് നൊട്ടേഷൻ. അപ്പോൾ പ്രിഫിക്സിൽ പ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മുമ്പേ എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ പ്രിഫിക്സിൽ എന്താണ് ഉണ്ടാവുക? ഓപ്പറേറ്റർ ഓപ്പറൻസിൻ്റെ മുമ്പിലായിട്ടാണ് ഉണ്ടാവുക. അതിനെയാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. അപ്പം പ്ലസ് സെഡ് സ്റ്റാർ എക്സ് വൈ, ഇതിൽ ഓപ്പറൻസിൻ്റെ മുമ്പിലായിട്ടാണ് ഓപ്പറേറ്റർ ഉള്ളത്. സെഡിൻ്റെ മുന്നിലാണ് ഓപ്പറേറ്ററായിട്ടുള്ള പ്ലസ് ഉള്ളത്. അതുപോലെ എക്സ് വൈൻ്റെ മുന്നിലാണ് സ്റ്റാർ എന്ന ഓപ്പറേറ്റർ ഉള്ളത്. അപ്പോൾ ഓപ്പറേറ്റർ മുമ്പിലാണുള്ളത്, ഓപ്പറൻസിൻ്റെ മുമ്പിലാണുള്ളതെങ്കിൽ അതിന് പ്രിഫിക്സ് ഓർ പോളിഷ് നൊട്ടേഷൻ എന്ന് പറയും. ഇനി അടുത്തത് പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ. അതിൻ്റെ വേറൊരു പേരാണ് റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ. ഇതിൽ പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ശേഷം എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ പോസ്റ്റ് ഫിക്സ് നൊട്ടേഷനിൽ ഓപ്പറേറ്റർ ഓപ്പറൻസിന് ശേഷമാണ് ഉണ്ടാവുക. ഇവിടെ കണ്ടില്ലേ, എക്സ് വൈ സ്റ്റാർ സെഡ് പ്ലസ്. അപ്പോൾ എക്സ് വൈക്ക് ശേഷമാണ് ഓപ്പറേറ്ററായ സ്റ്റാർ ഉള്ളത്, പിന്നെ സെഡിന് ശേഷമാണ് പ്ലസ് ഉള്ളത്. അപ്പോൾ ഓപ്പറൻസിന് ശേഷമാണ് ഓപ്പറേറ്റർ ഉള്ളതെങ്കിൽ അതിന് പോസ്റ്റ് ഫിക്സ് എന്ന് പറയാം, ഓർ റിവേഴ്സ് പോളിഷ്. പ്രിഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പിലാണ്, ഓപ്പറേറ്റർ ഓപ്പറൻസിൻ്റെ മുന്നിലായിട്ടാണ് ഉണ്ടാവുക. ഇൻഫിക്സ് എന്ന് പറയുമ്പം ഓപ്പറേറ്റർ ഇൻ ബിറ്റ്വീൻ ഓപ്പറൻസ് ആയിരിക്കും. അപ്പം ഇങ്ങനെ 3 തരം എക്സ്പ്രഷൻസ് ഓർ നൊട്ടേഷൻസ് ആണുള്ളത്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഇൻഫിക്സ് നൊട്ടേഷനെ പോസ്റ്റ് ഫിക്സ് നൊട്ടേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഫിക്സ് നൊട്ടേഷൻ എന്ന് പറയുന്നത് A+B, ഇതൊരു ഇൻഫിക്സ് നൊട്ടേഷനാണ്. ഇതിനെ എങ്ങനെയാണ് പോസ്റ്റ് ഫിക്സ് നൊട്ടേഷനായ +AB ആ ഒരു ഫോമിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്പറേറ്റർ സ്റ്റാക്കാണ് നമ്മൾ ഈ ഒരു കൺവേർഷനിൽ നമ്മൾ യൂസ് ചെയ്യുക. സ്റ്റാക്കിൽ ഓപ്പറേറ്റർ മാത്രമേ പുഷ് ചെയ്യുള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ ഓപ്പറേറ്റർ സ്റ്റാക്കാണ് യൂസ് ചെയ്തതെന്ന് പറയുന്നത്. ഇനി നമുക്ക് അൽഗോരിതം നോക്കാം. അൽഗോരിതത്തിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ആഡ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പാരാന്തസിസ് ടു ദ എക്സ്പ്രഷൻ ഇഫ് ദേ ഹാവ് നോട്ട്. ആ ഒരു എക്സ്പ്രഷനിൽ, ഇൻഫിക്സ് എക്സ്പ്രഷനിൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പാരാന്തസിസ് ഇല്ലെങ്കിൽ അതിനെ ആഡ് ചെയ്യാനാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മളെന്താ ചെയ്യേണ്ടത്? ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പാരാന്തസിസ് ആഡ് ചെയ്യുക, അത് എക്സ്പ്രഷനിൽ ഇല്ലെങ്കിൽ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് സ്കാൻ ലെഫ്റ്റ് ടു റൈറ്റ് ദെൻ പുഷ് ഓപ്പറേറ്റേഴ്സ് ഇൻ ടു ദ സ്റ്റാക്ക് വെൻ ദേ ആർ എൻകൗണ്ടേർഡ്. നമ്മളോട് പറയുന്നത് ഇൻഫിക്സ് എക്സ്പ്രഷനിൽ സ്കാൻ ചെയ്യാൻ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്കാൻ ചെയ്യുക. അപ്പം ഓപ്പറേറ്റർ കണ്ടു കഴിഞ്ഞാൽ, ഓപ്പറേറ്റർ എൻകൗണ്ടർ ചെയ്താൽ അതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഓപ്പറേറ്റർ കണ്ടു കഴിഞ്ഞാൽ അതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ഇനി സ്റ്റെപ്പ് 3യിൽ പറയുന്നത് എന്താണ്? പോപ്പ് കണ്ടീഷനാണ്. നമ്മളിപ്പോൾ പുഷ് ചെയ്യേണ്ട കണ്ടീഷനാണ് പറഞ്ഞത്. ഒരു ഓപ്പറേറ്റർ കാണുകയാണെങ്കിൽ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്കാൻ ചെയ്യുമ്പോൾ ഓപ്പറേറ്റർ കാണുകയാണെങ്കിൽ അതിനെ പുഷ് ചെയ്യണം. ഇനി പോപ്പ് ചെയ്യേണ്ട കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഇഫ് സ്റ്റാക്ക് കണ്ടെയ്ൻസ് എ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആൻഡ് ദി ക്ലോസിംഗ് ബ്രാക്കറ്റ് ഈസ് എൻകൗണ്ടേർഡ്, പോപ്പ് ഓൾ ഓപ്പറേറ്റേഴ്സ് ഇൻ ബിറ്റ്വീൻ ദം. ഇപ്പം നമ്മളൊരു സ്റ്റാക്കിലൊരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഉണ്ട്, പിന്നെ വേറെ ഓപ്പറേറ്റേഴ്സും ഉണ്ട് വിചാരിക്കുക. അപ്പം ഓപ്പറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇനി ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് വരികയാണെങ്കിൽ, ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഓൾറെഡി സ്റ്റാക്കിലുണ്ട്, ഇനി ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇതിന് രണ്ടിനും, ഈ ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റിനും ഓപ്പണിംഗ് ബ്രാക്കറ്റിനും ഇടയിലായിട്ടുള്ള ഓപ്പറേറ്ററിന് പോപ്പ് ചെയ്യാനാണ് പറയുന്നത്. സ്റ്റാക്കിലൊരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഉണ്ട്, ഇനി ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റിന് എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള എല്ലാ ഓപ്പറേറ്ററിനെയും നമ്മളോട് പോപ്പ് ചെയ്യാനാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, പോപ്പ് ചെയ്യേണ്ട രണ്ടാമത്തെ കണ്ടീഷനാണ്
If an operator is encountered which has less or equal precedence by compared with current stack operator, then pop current stack operator. ഒരു സ്റ്റാക്കിൽ ഇപ്പം ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റും ഉണ്ട്, ഒരു ഓപ്പറേറ്ററും ഉണ്ട്. ഇനി വേറൊരു ഓപ്പറേറ്റർ വരികയാണ്, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. ഇപ്പോൾ ഒരു പ്ലസ് ഉണ്ട്, പ്ലസ്സിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യേണ്ട വന്ന്. ഇഫ് ആൻ ഓപ്പറേറ്റർ ഈസ് എൻകൗണ്ടർഡ്, ഇപ്പോൾ ഒരു പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ എൻകൗണ്ടർ ചെയ്ത് വിച്ച് ഹാസ് ലെസ് ഓർ ഈക്വൽ പ്രസിഡൻസ്, അതിന് സ്റ്റാക്കിലുള്ള ബൈ കമ്പയർഡ് വിത്ത് കറണ്ട് സ്റ്റാക്ക് ഓപ്പറേറ്റർ, കറൻ്റ്ലി സ്റ്റാക്കിലുള്ള ഓപ്പറേറ്ററുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പുഷ് ചെയ്യേണ്ട ഓപ്പറേറ്ററായ പ്ലസ്സിന് ലെസ് ഓർ ഈക്വൽ പ്രസിഡൻസ് ആണെങ്കിൽ ദെൻ പോപ്പ് കറണ്ട് സ്റ്റാക്ക് ഓപ്പറേറ്റർ. അങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് ഇതിന് ലെസ് ഓർ ഈക്വൽ പ്രസിഡൻസ് ആണെങ്കിൽ എന്താ പറയുന്നത്, സ്റ്റാക്കിൽ കറണ്ടായിട്ടുള്ള ഓപ്പറേറ്ററിന് പോപ്പ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്ലസ്സോ മൈനസോ വന്നു കഴിഞ്ഞാൽ എന്താണ്, സ്റ്റാറിനേക്കാളും ലെസ് പ്രസിഡൻസ് ആണ്. അപ്പോൾ എന്താക്കണം, സ്റ്റാക്കിലുള്ള ആ ഒരു സ്റ്റാറിനെ നമ്മൾ എന്ത് ചെയ്യണം, പോപ്പ് ചെയ്യണം. അങ്ങനെ പോപ്പ് ചെയ്യേണ്ട 2 കണ്ടീഷൻസ് ആണുള്ളത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്, ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഉണ്ട്, എന്നിട്ട് ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് വരികയാണെങ്കിൽ നമ്മൾ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഓപ്പറേറ്ററിന് എന്താക്കണം, പോപ്പ് ചെയ്യണം. ഇനി ഒരു ഓപ്പറേറ്റർ പുഷ് ചെയ്യേണ്ട വരികയാണ്. ആ പുഷ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്കിൽ കറൻ്റ്ലി എന്തുണ്ട്, ഒരു ഓപ്പറേറ്റർ ഉണ്ട്. അതിന് ആ ഒരു ഓപ്പറേറ്ററിന് ഹയർ പ്രസിഡൻസ് ആണെങ്കിൽ, ഇപ്പം സ്റ്റാക്കിലുള്ള ഓപ്പറേറ്ററിന് ഹയർ പ്രസിഡൻസ് ഓർ ഈക്വൽ പ്രസിഡൻസ്, അല്ലെങ്കിൽ നമ്മൾ പുഷ് ചെയ്യേണ്ട ഓപ്പറേറ്ററിന് ലെസ് പ്രസിഡൻസ് ഓർ ഈക്വൽ പ്രസിഡൻസ് ആണെങ്കിൽ കറൻ്റ്ലി സ്റ്റാക്കിലുള്ള ഓപ്പറേറ്ററിന് പോപ്പ് ചെയ്യണം. ഇനി 4ാമത്തെ സ്റ്റെപ്പാണ് കണ്ടിന്യൂ അണ്ടിൽ ഇറ്റ് ഫിനിഷസ്. ഇത് ഫിനിഷ് ആവുന്നവരെ, ഈ ഒരു ഇൻഫിക്സ് എക്സ്പ്രഷൻ ഫിനിഷ് ആവുന്നവരെ നമ്മൾ എന്താക്കാണ് പറയുന്നത്, ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പം ഇവിടെ x പ്ലസ് y ഡിവൈഡഡ് ബൈ z ഇൻറ്റു 8. ഇതൊരു ഇൻഫിക്സ് എക്സ്പ്രഷനാണ്, കാരണം ഓപ്പറേറ്റർ എന്താണ്, ഓപ്പറൻസിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ഉള്ളത്. അപ്പം ഇതൊരു ഇൻഫിക്സ് എക്സ്പ്രഷനാണ്. ഇതിന് നമ്മൾ പോസ്റ്റ് ഫിക്സിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇനീഷ്യൽ ഒരു സ്റ്റാക്ക് ഉണ്ട്, ആ സ്റ്റാക്ക് എന്താണ്, എംപ്റ്റി ആണ്. ഇനി നമുക്ക് സിമ്പിൾസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്. പോസ്റ്റ് ഫിക്സ് സ്ട്രിങ്, പോസ്റ്റ് എക്സ്പ്, ഇതിലേക്കാണ് നമ്മൾ എന്താക്കുക, സ്ട്രിങ്സ് ആഡ് ചെയ്യുക. നമുക്ക് ഇതിലാണ് ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് കിട്ടുക. ഈ ഒരു പോസ്റ്റ് ഫിക്സ് സ്ട്രിങ്ങിലാണ് നമുക്ക് എന്താക്കുക, ഫൈനൽ റിസൾട്ട് ഉണ്ടാവുക. അപ്പം ആദ്യം നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്കാൻ ചെയ്യുകയാണ്. സ്കാൻ ചെയ്യുന്ന സമയത്ത് ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റാണ് ഉള്ളത്. അപ്പം ഓപ്പണിംഗ് ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഓപ്പറേറ്ററിനൊക്കെ നമ്മൾ എന്താണ് ചെയ്യുക, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം ഓപ്പറേറ്ററായ ഓപ്പണിംഗ് ബ്രാക്കറ്റിന് നമ്മൾ എന്താക്കി, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്ത്, അതാണ് എം ടി സ്റ്റാക്കിലേക്ക് ഇവിടെ ഓപ്പറേറ്ററിന് പുഷ് ചെയ്ത്. അപ്പോൾ സിമ്പിൾ ഓപ്പണിംഗ് ബ്രാക്കറ്റ്, അതിനെ നമ്മൾ എന്താക്കി, പുഷ് ചെയ്ത്. ആക്ഷൻ എന്താണ്, പുഷ്. ഇനി രണ്ടാമത് എന്ത് വന്ന്, പ്ലസ് വന്നു, അല്ല എക്സ് വന്നു. എക്സ് വന്നു കഴിഞ്ഞാൽ എന്താണ്, അതൊരു ഓപ്പറൻ്റാണ്. ഓപ്പറൻറ്റിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുമോ, ഇല്ല. അതിനെ നമ്മൾ എന്താക്കും, പോസ്റ്റ് ഫിക്സ് സ്ട്രിങ്ങിലേക്കാണ് പുഷ് ചെയ്യുക. അപ്പോൾ പോസ്റ്റ് ഫിക്സ് സ്ട്രിങ്ങിലേക്ക് നമ്മൾ എക്സിനെ പുഷ് ചെയ്തു, ആഡ് ചെയ്തു. സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യൂല, സ്ട്രിങ്ങിലേക്ക് നമ്മൾ എന്താക്കി, ആഡ് ചെയ്തു. അപ്പം എക്സ് വന്നപ്പോൾ എന്ത് ചെയ്തു, അപ്പൻ്റെ സ്ട്രിങ് ടു പോസ്റ്റ് എക്സ്പ് അപ്പൻഡ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്തു. സ്ട്രിങ്ങിനെ പോസ്റ്റ് എക്സ്പ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് ഫിക്സ് സ്ട്രിങ്ങിലേക്ക് നമ്മൾ എന്താക്കി, ആഡ് ചെയ്തു. ഇനി അടുത്തതാണ് പ്ലസ്. പ്ലസ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അതൊരു ഓപ്പറേറ്ററാണ്. അപ്പം നമ്മൾ എന്താക്കി, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു, പ്ലസ്സിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഇനി അടുത്തത് വൈ വന്നു. വൈ എന്താണ്, ഒരു ഓപ്പറൻ്റാണ്. അപ്പം നമ്മളെന്താ ചെയ്യുക, സ്ട്രിങ്ങിലേക്ക് അപ്പൻഡ് ചെയ്യാണ് ചെയ്യുക. വൈ വന്നപ്പോൾ നമ്മൾ എന്താക്കി, സ്ട്രിങ് പോസ്റ്റ് എക്സ്പ് എന്ന് പറയുന്ന സ്ട്രിങ്ങിലേക്കാണ് അപ്പൻഡ് ചെയ്യുക. അപ്പോൾ എക്സ് ആണ് സ്ട്രിങ്ങിൽ ഇപ്പോൾ ഉള്ളത്, അതിന് കൂടെ വൈയും കൂടി അപ്പൻഡ് ചെയ്തു. അപ്പോൾ എക്സ് വൈ എന്നായി. ഈ ഒരു പോസ്റ്റ് ഫിക്സ് സ്ട്രിങ്ങിലേക്ക് എന്തായി, എക്സ് വൈ ആയി. നമ്മുടെ സ്റ്റാക്കിലൊരു ഓപ്പണിംഗ് ബ്രാക്കറ്റും ഉണ്ട്, പിന്നൊരു പ്ലസ്സും ഉണ്ട്. ഇനി അടുത്തത്, അപ്പം നമ്മളിവിടെ എവിടെ എത്തി, എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ സെഡ് ഇൻറ്റു 8. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. അപ്പം നമ്മളിപ്പം വൈ വരെയാണ് എത്തിയത്. വൈ വരെ ചെയ്തു.
എക്സ് വൈ വരെ എത്തി. നമ്മളിനി ക്ലോസിങ് ബ്രാക്കറ്റാണുള്ളത്. അടുത്തത് ക്ലോസിങ് ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഇവിടെ ഒരു ക്ലോസിങ് ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു ക്ലോസിങ് ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഓൾറെഡി സ്റ്റാക്കിലുണ്ട്. ഒരു ക്ലോസിങ് ബ്രാക്കറ്റ് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഈ പ്ലസ്സിനെ നമ്മൾ എന്താക്കും? പോപ്പ് ചെയ്യാണ് വേണ്ടത്. ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് സ്റ്റാക്കിലുണ്ട്. ഇനി ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സ്റ്റാക്കിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഓപ്പറേറ്ററിനെ നമ്മൾ എന്താക്കണം? ഈ ഓപ്പണിംഗ് ബ്രാക്കറ്റിനും ക്ലോസിംഗ് ബ്രാക്കറ്റിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഓപ്പറേറ്ററിന് നമ്മൾ എന്താക്കണം? പോപ്പ് ചെയ്യണം. അപ്പം പോപ്പ് ചെയ്ത് ആ ഒരു പ്ലസ്സിനെ പോപ്പ് ചെയ്ത് അപ്പം സ്റ്റാക്ക് എന്തായി? എം ടി ആയി. ഈ പ്ലസ്സിനെ നമ്മൾ എന്ത് കൊടുത്തു? പോസ്റ്റ് ഫിക്സ് സ്ട്രിങ്ങിലേക്ക് കൊടുത്തു. ഇനി അടുത്തതാണ് അടുത്തത് ഡിവൈഡറാണ് വരുന്നത്. അപ്പോൾ ഡിവൈഡർ എന്താണ്? ഒരു ഓപ്പറേറ്ററാണ്. അപ്പോൾ നമ്മൾ എന്താക്കി? സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഇനി അടുത്തത് ഓപ്പണിംഗ് ബ്രാക്കറ്റാണ്. അപ്പോൾ ഓപ്പണിംഗ് ബ്രാക്കറ്റിനെയും സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഇനി സെഡ് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പറൻ്റാണ്. അതിനെ നമ്മൾ എന്താക്കും? സ്ട്രിങ്ങിലേക്കാണ്, പോസ്റ്റ് ഫിക്സ് സ്ട്രിങ്ങിലേക്കാണ് അപ്പെൻഡ് ചെയ്യുക. അപ്പം നമ്മുടെ സ്ട്രിങ് എക്സ് വൈ പ്ലസ് സെഡ് എന്നുള്ള ഫോമിലായി. ഇപ്പം സ്റ്റാക്കിലൊരു ഡിവൈഡറുണ്ട്, ഓപ്പണിംഗ് ബ്രാക്കറ്റുണ്ട്. ഇനി സ്റ്റാർ വരികയാണ്. സ്റ്റാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ സ്റ്റാക്കിലേക്കാണ് പുഷ് ചെയ്യുക. അപ്പോൾ സ്റ്റാക്കിലേക്ക് സ്റ്റാറിനെ പുഷ് ചെയ്തു. ഇനി അടുത്തത് എന്താണ്? 8 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പോസ്റ്റ് ഫിക്സ് സ്ട്രിങ്ങിലേക്ക് അപ്പെൻഡ് ചെയ്യും. അപ്പം ഇവിടെ പോസ്റ്റ് ഫിക്സ് സ്ട്രിങ്ങിലേക്ക് അപ്പെൻഡ് ചെയ്തു. അപ്പം നമ്മുടെ സ്ട്രിങ് എക്സ് വൈ പ്ലസ് സെഡ് 8 എന്നായി. ഇനി അടുത്തത് എന്താണ്? ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് വരികയാണ്. അപ്പം ഇവിടെ ക്ലോസിംഗ് ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഓപ്പണിംഗ് ബ്രാക്കറ്റിനും ക്ലോസിംഗ് ബ്രാക്കറ്റിനും ഇടയിലായിട്ടുള്ള സ്റ്റാറിനെ നമ്മൾ എന്താക്കും? പോപ്പ് ചെയ്യും. അങ്ങനെ പോപ്പ് ചെയ്ത് നമ്മുടെ സ്ട്രിങ് എന്തായി? എക്സ് വൈ പ്ലസ് സെഡ് 8, അതിൻ്റെ കൂടെ ഒരു സ്റ്റാറും കൂടി വന്ന്. ഇനി നമ്മൾ സ്റ്റാക്കിൽ എന്താണുള്ളത്? ഡിവൈഡർ മാത്രമാണ്. ഇനി ഈ ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ എന്തായി? ഇൻഫിക്സ് എക്സ്പ്രഷൻ എന്തായി? കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു എക്സ്പ്രഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം സ്റ്റാക്കിലൊരു ഡിവൈഡർ മാത്രമാണുള്ളൂ. അപ്പം നമ്മൾ എന്താക്കും? അതിനെയും പോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ സ്റ്റാക്ക് എന്തായിരിക്കും? എം ടി ആയിരിക്കും. നമ്മുടെ ഫൈനൽ പോസ്റ്റ് ഫിക്സ് സ്ട്രിങ് എന്തായിരിക്കും? എക്സ് വൈ പ്ലസ് സെഡ് 8 സ്റ്റാർ ഡിവൈഡർ. ഇതാണ് നമ്മുടെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇൻഫിക്സ് എക്സ്പ്രഷന് പോസ്റ്റ് ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിൽ 2 കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടുള്ളൂ. എപ്പോഴൊക്കെയാണ് നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യേണ്ടത് എപ്പോഴൊക്കെയാണ്? ഓപ്പറേറ്റർ എൻകൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താക്കണം? അതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. ഇനി വേറൊരു കാര്യം ഓർമ്മിക്കേണ്ടത് എന്താണ്? പോപ്പ് ചെയ്യേണ്ട കണ്ടീഷൻസ് ഏതൊക്കെയാണ്? പോപ്പ് ചെയ്യേണ്ടത് എപ്പോഴൊക്കെയാണ്? നമ്മളൊരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് സ്റ്റാക്കിലുണ്ട്. ഇനി ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് എൻകൗണ്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിലായിട്ടുള്ള ഓപ്പറേറ്ററിന് നമ്മൾ എന്താക്കണം? പോപ്പ് ചെയ്യണം. വേറൊരു കണ്ടീഷൻ ഏതാണ്? പോപ്പ് ചെയ്യേണ്ട വേറൊരു കണ്ടീഷൻ, ഇപ്പം സ്റ്റാക്കിലൊരു ഓപ്പറേറ്റർ ഉണ്ട്. ഇനി നമ്മളൊരു വേറൊരു ഓപ്പറേറ്ററിനെ നമുക്ക് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യേണ്ട വന്ന്. അപ്പോൾ നമ്മൾ എന്ത് നോക്കണം? ആ ഒരു പുഷ് ചെയ്യുന്ന ഓപ്പറേറ്ററിന് ലെസ് പ്രിസിഡൻസ് ആണോ അല്ലെങ്കിൽ ഈക്വൽ പ്രിസിഡൻസ് ആണോ കമ്പയർഡ് വിത്ത് കറണ്ട് സ്റ്റാക്ക് ഓപ്പറേറ്റർ. സ്റ്റാക്കിലുള്ള ഓപ്പറേറ്ററുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പുഷ് ചെയ്യാൻ പോകുന്ന ഓപ്പറേറ്ററിന് ലെസ് ഓർ ഈക്വൽ പ്രിസിഡൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ലെസ് ഓർ ഈക്വൽ പ്രിസിഡൻസ് ആണെങ്കിൽ നമ്മുടെ കറണ്ട് സ്റ്റാക്കിലുള്ള ഓപ്പറേറ്ററിന് എന്താക്കണം? പോപ്പ് ചെയ്യണം. ഇങ്ങനെ 2 പോപ്പ് കണ്ടീഷൻസ് ആണുള്ളത്. പിന്നെ പുഷ് ചെയ്യേണ്ടത് ഓപ്പറേറ്റർ ആണെങ്കിൽ ഓപ്പറേറ്റർ എൻകൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താക്കണം? സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. ഓപ്പറൻസ് ആണെങ്കിൽ നമ്മൾ എന്താക്കും? ആ ഒരു സ്ട്രിങ്ങിലേക്ക് പുഷ് ചെയ്ത് പോകും, അപ്പെൻഡ് ചെയ്ത് പോകും. പുഷ് ചെയ്യുക എന്നല്ല പറയുക, അപ്പെൻഡ് ചെയ്യുക എന്ന് പറയുക, ഓർ ആഡ് ചെയ്ത് പോകും. അങ്ങനെ നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടും. ഇങ്ങനെയാണ് ഒരു ഇൻഫിക്സ് എക്സ്പ്രഷനെ പോസ്റ്റ് ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.